ഇന്ന് പുറത്തു വന്ന 3 IPL വാർത്തകളാണ് നമ്മൾ ഈ ചാനലിലൂടെ ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, നേരെ വീഡിയോ എടുക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് റസലുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആദ്യത്തെ കൊൽക്കത്തയിലെ വജ്രായുധമായിരുന്നു ആൻഡ്രെ റസൽ. എത്ര കളികൾ കൊൽക്കത്തയ്ക്ക് വേണ്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ടോ എന്നറിയാമോ? എത്ര കോടികൾ കൊടുത്താലും വിട്ടുകൊടുക്കില്ല എന്നാണ് കൊൽക്കത്ത ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ റീറ്റ് ഇൻട്രസ്റ്റ് വന്നപ്പോൾ റസലിനെ പുറത്താക്കിയിരിക്കുകയാണ് കൊൽക്കത്ത. അടുത്ത IPL റസലിനെ കൊൽക്കത്ത ജേഴ്സിയിൽ കാണാൻ സാധിക്കില്ല. അടുത്ത IPL റസലും ഉണ്ട് മിനി ഓഷനിൽ. ഇപ്പോൾ ഇതാ റസലിന് വേണ്ടി കോടിക്കണക്കിന് രൂപ മുടക്കാൻ തയ്യാറായി RCB വന്നിരിക്കുകയാണ്. ഈ ഓഷനിൽ റസലിനെ എത്ര കോടി കൊടുത്ത് ടീമിലെത്തിക്കാനും തയ്യാറാകും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ RCBനെ പിടിച്ചാൽ കിട്ടില്ല. അപ്ഡേറ്റ് മുംബൈ ഇന്ത്യൻസായിട്ട് ബന്ധപ്പെട്ടാണ്. മുംബൈക്ക് നല്ലൊരു ബാറ്റ്മാനെ ആവശ്യമാണ്. മാച്ച് ഒരു ഫിനിഷ് ചെയ്യുന്ന താരങ്ങളെ ഇപ്പോൾ മാക്സ്വെല്ലിന് ഓസ്ട്രേലിയൻ താരമായ പഞ്ചാബ് താരമായ മാക്സ്വെല്ലിനെ എടുക്കാൻ നീക്കം നടത്തണു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മാക്സ്വെല്ലാകുമ്പോൾ ഓൾറൗണ്ടറാണ്, നല്ല ഫീൽഡറാണ്, നല്ല ബാറ്ററാണ്. മുംബൈ ഇന്ത്യൻസിലേക്ക് മാക്സ്വെല്ലെത്തി അവരുടെ ബാറ്റിംഗ് സ്റ്റണ്ട് സ്ട്രോങ് ആവും. T20 മാക്സ്വെല്ല് വേറെ ലെവലാണ്. ഈ തവണ മാക്സ്വെല്ലിനെ ഓഷനിൽ റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അടുത്ത തവണ മിനി ഓഷനിൽ മാക്സ്വെല്ലും ഉണ്ടാകും. മാക്സ്വെല്ലിനെ ഇപ്പോൾ തന്നെ മുംബൈ ഇന്ത്യൻസ് വലവരിച്ചു എന്ന വാർത്തയാണ്, ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മുംബൈ ഇന്ത്യൻസ് മാക്സ്വെല്ലിന് എന്ത് വില കൊടുത്തും സ്വന്തമാക്കും. മാക്സ്വെൽ മികച്ചൊരു ഓൾറൗണ്ടറും കൂടെയാണ്. അടുത്തൊരു അപ്ഡേറ്റ് CSK ആയിട്ട് ബന്ധപ്പെട്ടതാണ്. എല്ലാവരും ഞെട്ടിച്ചൊരു അപ്ഡേറ്റാണ് സഞ്ജുവിനെ CSKയിൽ എത്തിച്ചത്. ജഡേജ ട്രേഡാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ചർച്ച. ഫാൻസുകള് സഞ്ജു CSK എത്തിയപ്പോൾ ചെന്നൈ ഫാൻസ് ഒന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ടീം IPL ഇപ്പോൾ ചെന്നൈയായി മാറിയിരിക്കുകയാണ്. CSK ഫാനിൻ്റെ എല്ലാ ഫാൻസും സഞ്ജുവിൻ്റെ ഇതിലെത്തി. ഇത് ക്യാപ്റ്റൻസിൽ അട്ടർ ഫോഫറാണ്. എന്നാൽ സഞ്ജുവിനെ പോലെ താരത്തെ ഇപ്പോൾ തേർഡ് ചെയ്ത് ടീമിലെത്തിച്ചാരണം. എന്നാൽ സഞ്ജുവിനെ പോലെ ഇപ്പോൾ മികച്ച ക്യാപ്റ്റൻസി പൊട്ടൻഷ്യലുള്ള ഒരാളെ ലഭിച്ചിരിക്കുകയാണ്. ഗിദ്രാജിൻ്റെ ക്യാപ്റ്റൻസി പുനർപരിശോധിക്കാൻ ചെന്നൈ മാനേജ്മെൻറ്റ് ആലോചിക്കുന്നുണ്ട്. സഞ്ജുവിന് ധോണിക്ക് പിൻഗാമിയായിട്ട് സഞ്ജുവിനെ കൊണ്ടുവരുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. IPLന്റെ സമയം അടുക്കുന്ന സമയത്ത് ഗെഗ്വാദിനെ മാറ്റി സഞ്ജുവിനെ തന്നെ ക്യാപ്റ്റനാക്കുവാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. ഇത് ഒഫീഷ്യൽ അല്ല. IPLനോട് അടുക്കുന്ന ഘട്ടത്തിൽ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ ഇത് പ്രഖ്യാപിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെ സഞ്ജുവിനെ ചിഹ്നത്തല എന്നാണ് വിളിക്കുന്നത്. ആ നിലയിലേക്ക് സഞ്ജു വളർന്നു കഴിഞ്ഞു. ധോണിയുടെ പിൻഗാമിയായിട്ട് സഞ്ജുവിനെ കൊണ്ടുവരാനാണ് ആരാധകർ പറയുന്നത്. ഇത്ര IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.